Okay, now let us look into MPEG, Motion Picture Expert Group. MPEG is suitable for symmetric as well as asymmetric compression. That means it just support for lossy and lossless compression. Asymmetric compression requires more effort for coding than decoding. That is, in a way, we have to lose some information from the data stream so that we have a lossy compression. Then at the decompression stage, we have to generate a motion picture stream that is just similar to the original stream. Even though we ignored some data from the data stream, after that we have to regenerate the original picture or original video stream that looks similar to the original stream. That is very tricky or effective job. Besides the specification of video and audio coding, the MPEG standard provides a system definition which specifies the combination of several individual data streams. As we all know, MPEG is a combination of video and audio. പക്ഷേ വീഡിയോ ആൻഡ് ഓഡിയോ സ്ട്രീംസിന്റെ സ്പെസിഫിക്കേഷന് പകരം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡാറ്റ സ്ട്രീംസിന്റെ കോമ്പിനേഷന്, സെവറൽ ഇൻഡിവിജ്വൽ ഡാറ്റ സ്ട്രീംസിന്റെ കോമ്പിനേഷനെയാണ് ഇത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ വീഡിയോ ഓഡിയോ എന്നതിന് പ്രത്യേകമായിട്ട് അല്ല, സെപ്പറേറ്റ് ആയിട്ട് സെവറൽ ഡാറ്റ സ്ട്രീംസിന് അറ്റ് എ ടൈമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ചില ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷൻസിനാണ് ആ സ്പെസിഫിക്കേഷന്റെ ഡെഫിനിഷൻ കൊടുത്തുകൊണ്ടുള്ള സിസ്റ്റം ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് MPEG എന്ന് പറയുന്നത്. ഇനി അതിന്റെ വീഡിയോ എൻകോഡിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ JPEG കംപ്രഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു ഇമേജിനെ ഡിഫറെന്റ് കോമ്പോണൻസ് ആയിട്ടാണ്, 3 കോമ്പോണൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ ലുമിനൻസ് കോമ്പോണന്റും അതുപോലെ തന്നെ ക്രോമിനൻസ് കോമ്പോണന്റുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിലെ ലൂമിനൻസ് കോമ്പോണൻസ് എന്ന് പറയുന്നത് ക്രോമിനൻസ് കോമ്പോണൻസിനെക്കാട്ടിലും ട്വൈസ് ആണ് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ അതിനെ സാമ്പിളിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാമ്പിളിംഗിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ലൂമിനൻസിന് ട്വൈസ് ദ റേഷ്യോ ഓഫ് ക്രോമിനൻസ്. ഈ ഒരു ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷനെയാണ് അല്ലെങ്കിൽ സാമ്പിളിങ്ങിനെയാണ് നമ്മൾ കളർ സബ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ പിക്സലും കോഡ് ചെയ്തിരിക്കുന്നത് 8 ബിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി ഒരു MPEG ഡാറ്റ സ്ട്രീമിൽ ആസ്പെക്ട് റേഷ്യോ ഓഫ് പിക്സൽസ്, ദ ഇമേജ് റിഫ്രഷ് ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. JPEGന്റെ കേസിൽ നമ്മൾ പ്രെഡിക്റ്റീവ് എൻകോഡിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. ABC എന്നീ പിക്സൽ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രഡിക്റ്റീവ് ടേബിൾ യൂസ് ചെയ്തിട്ട് X എന്ന് പറയുന്ന ഒരു പിക്സലിലെ വാല്യൂവിനെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ടേബിളിലേക്കുള്ള ഒരു ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്തിട്ട് പിന്നെ അതിനോടുള്ള ഒരു ചേഞ്ചും കൂടെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രഡിക്റ്റീവ് എൻകോഡിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മെത്തേഡ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് സ്റ്റോറേജ് കപ്പാസിറ്റിയും അവൈലബിൾ കംപ്രഷൻ റേറ്റിന്റെയും ഒരു ബാലൻസ്, നമുക്കറിയാം പ്രഡിക്റ്റീവ് മെത്തേഡിന് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ അതിന്റെയും കംപ്രഷൻ റേറ്റിന്റെയും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട്, അതായത് നീഡഡ് സ്റ്റോറേജ് കപ്പാസിറ്റി കുറയുകയും വേണം, അതുപോലെ കംപ്രഷൻ റേറ്റ് കൂടുകയും വേണം. അപ്പോൾ അതിന്റെ ഇടയിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ഇമേജിനെയും പ്രഡിക്റ്റീവ് എൻകോഡിംഗ് യൂസ് ചെയ്യുന്നില്ല, പകരം പാർട്സ് ഓഫ് ദി ഇമേജിൽ മാത്രമാണ് പ്രഡിക്റ്റീവ് എൻകോഡിംഗ് മെത്തേഡ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പാർട്ട് ഓഫ് ദി ഇമേജിൽ, ഇപ്പൊ മോഷൻ പിക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം അതിൽ ഓരോ ഫ്രെയിമിലും ഡിഫറെന്റ് ഇമേജസ് സീക്വൻഷ്യലി കാണിച്ചുകൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ മോഷന്റെ ഒരു ഫീല് വരുന്നത്. നമ്മളുടെ കണ്ണിന്റെ ആ ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ള പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നുള്ള ഒരു എബിലിറ്റിയെ, ആക്ച്വലി അതൊരു ഡിസബിലിറ്റിയാണ്. 1/16 സെക്കൻഡ്സിന്റെ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു സീനിനെ കാണാനുള്ള കഴിവ് നമ്മളുടെ കണ്ണിന് ഇല്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ആ ഒരു പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മോഷൻ പിക്ചർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫറെന്റ് പിക്ചേഴ്സിൽ നമ്മൾ പാർട്ട് ഓഫ് ദ ഇമേജിൽ മാത്രമാണ് പ്രഡിക്റ്റീവ് എൻകോഡിംഗ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പ്രഡിക്റ്റീവ് എൻകോഡിംഗ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇമേജിനെ നമ്മൾ ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ആ ഡിവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഏരിയാസിനെയാണ് നമ്മൾ മാക്രോ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു മാക്രോ ബ്ലോക്ക് എന്ന് പറയുന്നത് പാർട്ടീഷൻഡ് ഇൻടു 16/16 പിക്സൽസ് ഓഫ് ദ luminance component and 8/8 pixels of each of the chrominance component.
അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു പിക്ചറിനെ മാക്രോ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിലെ സം പാർട്സ് അല്ലെങ്കിൽ സം മാക്രോ ബ്ലോക്സിൽ മാത്രമാണ് പ്രെഡിക്റ്റീവ് എൻകോഡിംഗ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നമുക്കൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോഡിംഗ് സ്കീം വേണം. എന്നാൽ അത് ഫാസ്റ്റ് ആൻഡ് റാൻഡം ആക്സസ് പോസിബിൾ ആവുന്നതുമായിരിക്കണം. അപ്പോൾ ഈ രണ്ട് കോൺട്രഡിക്റ്ററി ഡിമാൻഡ്, ഇപ്പോൾ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോഡിംഗ് സ്ട്രീം എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഏറ്റവും ചെറിയ ഒരു ഡാറ്റ സ്ട്രീമായിട്ട് കംപ്രസ് ചെയ്യാൻ സാധിക്കണമെന്നാണ്. അങ്ങനെ നമ്മൾ കംപ്രസ് ചെയ്യുന്ന അത്രയും എഫേർട്ട് തന്നെ ഡീകംപ്രഷൻ്റെ ടൈമിലും വരും. അപ്പോൾ ഡീകംപ്രഷൻ അത്ര ഫാസ്റ്റ് ആയിരിക്കില്ല. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് ആണ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ 4 ടൈപ്സ് ഓഫ് ഇമേജ് കോഡിംഗ് ആണ് MPEGയിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് MPEGയിൽ ഹൈ കംപ്രഷൻ റേഷ്യോ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ടെമ്പറൽ റിഡൻഡൻസീസ് ഓഫ് സബ്സിക്വന്റ് പിക്ചേഴ്സ് മസ്റ്റ് ബി എക്സ്പ്ലോയിറ്റഡ്. അതായത് ടെമ്പറൽ റിഡൻഡൻസീസ് എന്ന് പറയുന്നത് ഒരു പിക്ചറും അതിൻ്റെ ജസ്റ്റ് ആഫ്റ്റർ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പിക്ചറും തമ്മിൽ ഒരുപാട് സെയിം പോർഷൻസ് ഉണ്ടാവും ആ പിക്ചറിൽ. അതിനെയാണ് നമ്മൾ ടെമ്പറൽ റിഡൻഡൻസീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇതിൽ പറയുന്നത് ഒരു ബോളിൻ്റെ മൂവിങ് ഒക്കെ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോഴാണ്. അപ്പോൾ ഒരു വാളിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബോൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തു കഴിയുമ്പോൾ അതിൽ 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള പിക്ചർ ഫ്രെയിംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ബോൾ മാത്രമായിരിക്കും. പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഈ വാള് എല്ലാത്തിലും സെയിം ആയിരിക്കും. അപ്പോൾ ആ ഫസ്റ്റ് പിക്ചറിൽ നമ്മളുടെ ബോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നിലുള്ള ആ ഒരു പിന്നിലുള്ള ആ ഒരു വാളിന്റെ പിക്ചർ എന്ന് പറയുന്നത് ഈ ബോൾ കൊണ്ട് മറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ആ വാളിന്റെ മേലെയായിട്ട് നമുക്ക് ഈ ബോളിന്റെ പിക്ചർ ആയിരിക്കും കാണാൻ പറ്റുക. എന്ന് പറയുമ്പോൾ ആ ഒരു വാളിന്റെ അവിടെയുള്ള ആ സം പിക്സൽസ്, ഒറിജിനലി ആ വാളിനെ റെപ്രസെന്റ് ചെയ്യുന്ന പിക്സൽസ് അവിടെ ആബ്സെന്റ് ആയിരിക്കും. എന്നാൽ പോലും ബാക്കിയുള്ള വാളിന്റെ പോർഷൻസ് എല്ലാം ആ പിക്ചറിലും തൊട്ട് പിന്നിൽ വരുന്ന പിക്ചറിൽ ഒരു പരിധി വരെ സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ ടെമ്പറൽ റിഡൻഡൻസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ നമ്മളുടെ കംപ്രഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ വീണ്ടും വീണ്ടും റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം ആ നമ്പർ ഓഫ് പിക്സൽസ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കംപ്രഷൻ റേറ്റ് കൂടി വരും. ഇങ്ങനെ സബ്സിക്വന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസന്റ് ആയിട്ട് വരുന്ന ഫ്രെയിംസ് തമ്മിൽ, ഇതിലുള്ള ഓരോ പിക്ചറിനെയും നമ്മൾ ഫ്രെയിംസ് ആയിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഫ്രെയിംസ് തമ്മിൽ നമ്മൾ വീഡിയോന്റെ ഒക്കെ സെറ്റിംഗ്സിൽ, ആപ്ലിക്കേഷൻസിന്റെ സെറ്റിംഗ്സിൽ, അതിന്റെ കംപ്രഷൻ ചെയ്യുന്ന സെറ്റിംഗ്സിലൊക്കെ എപ്പോഴും കാണുന്നതാണ് ഫ്രെയിം റേറ്റ് 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്നതാണ്. ഈവൻ ഇപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽസിൽ പോലും നമ്മൾ അതിന്റെ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്രെയിംസ് പെർ സെക്കൻഡ് റേറ്റ് എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഓരോ ഫ്രെയിമും ഓരോ ഇമേജ് ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് എത്ര ഇമേജ് കാണിക്കണം എന്നുള്ളതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറൽ റിഡൻഡൻസീസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അഡ്ജസന്റ് ആയിട്ടുള്ള പിക്ചേഴ്സിൽ സെയിം പിക്സൽസ് കോപ്പി ചെയ്യപ്പെടും. അങ്ങനെയുള്ള ഒരു ഡിപ്പെൻഡൻസിനെയാണ് നമ്മൾ ഇന്റർ ഫ്രെയിം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്ജസന്റ് ആയിട്ടുള്ള ഇമേജസിൽ നമുക്ക് ഒരേ പിക്സൽസ്, ഒരുപാട് പോർഷനിൽ ഒരേ പിക്സൽസ് വിത്തൗട്ട് എനി ചേഞ്ച് അതിൽ അപ്പിയർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഇന്റർ ഫ്രെയിം ഡിപ്പെൻഡൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇങ്ങനെ വൺ ആഫ്റ്റർ വൺ ആയിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷന്റെ സ്കീം നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിലൊക്കെ ഉള്ളതുപോലെ ഒരു പൾസ്, അതിൽ നിന്നുള്ള ഡിഫറൻസ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് ഫുള്ളായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കും. അതിൽ നിന്ന് എവിടെയാണ് ചേഞ്ച് വരുന്നത് അത് മാത്രമാണ് പിന്നെ അതിന്റെ തൊട്ട് പിന്നിൽ വരുന്ന ഇമേജസിൽ കാണിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റാൻഡം ആക്സസിങ് പോസിബിൾ അല്ല. നമ്മളിപ്പോൾ വീഡിയോ ഒരു പകുതിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടോ ഒക്കെ ആക്സസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് അതിന്റെ മുമ്പുള്ളത് പ്ലേ ചെയ്തതിന്റെ ഒരു ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. റാൻഡം ആക്സസിങ്ങും കൂടെ ഇതിൽ പോസിബിൾ ആക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഫുള്ളായിട്ട് കോഡഡ് ആയിട്ടുള്ള ഇമേജസ് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഇന്റർ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ആ ഒരു ഫസ്റ്റ് ഇമേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ലാതെ ഇടയ്ക്ക് ഫുൾ കോഡഡ് ആയിട്ടുള്ള ഫുൾ പിക്സൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫ്രെയിമും കൂടെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് MPEGയിൽ. അതിനെയാണ് നമ്മൾ ഇന്റർ ഫ്രെയിം കോഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു
അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മളൊരു വീഡിയോ ഇപ്പോൾ നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ DVD പ്ലെയറിലോ ഒക്കെ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഇതാണ്, നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് പസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡയലോഗിൻ്റെ ഇൻബിറ്റ്വീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സീനിൻ്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ഒരു കറക്റ്റ് സെക്കൻഡിൽ നമ്മൾ പസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആ ഡയലോഗിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിന്നെയും പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ റാൻഡം ആക്സസിങ് നമ്മൾ വെക്കുന്ന സ്ഥലത്താവില്ല, ഒരു കുറച്ച് സെക്കൻഡ്സ് അപ്പുറത്തേക്കോ കുറച്ച് സെക്കൻഡ്സ് ഇപ്പുറത്തേക്കോ ആയിട്ടായിരിക്കും അത് പ്ലേ ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മൾ കണ്ടതന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു ഫീല് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. കറക്റ്റായിട്ട് ആ സെക്കൻഡിലേക്ക് നമുക്കിത് അതിൻ്റെ കഴ്സർ ഒരു ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കാരണമാണ് ഈ റാൻഡം ആക്സസിങ് പോസിബിൾ ആവുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻട്രാ ഫ്രെയിം കോഡിങ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രെയിം തൊട്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ അതിനോട് ഡിപ്പെൻഡഡ് ആയിട്ട് നമ്മൾ ഇന്റർ ഫ്രെയിം കോഡിങ് ചെയ്തിട്ടുള്ള ഫ്രെയിംസ് വെച്ച് തുടങ്ങുന്ന രീതിയിൽ നമുക്ക് റാൻഡം ആക്സസിങ് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഈ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. നമുക്കത് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള സെക്കൻഡ്സ് ആയതുകൊണ്ട് നമ്മളത് നെവർ മൈൻഡ് ആക്കിക്കൊണ്ട് അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 4 ടൈപ്പ് ഇമേജ് കോഡിംഗ് MPEGയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ 4 ടൈപ്പ് ഇമേജ് ഫ്രെയിംസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണ് I ഫ്രെയിം, ദെൻ സെക്കൻഡ് വൺ ഈസ് P ഫ്രെയിം, ദെൻ ദർ ഈസ് എ B ഫ്രെയിം, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് D ഫ്രെയിം. അപ്പോൾ ഓരോന്നും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. I ഫ്രെയിംസ് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇൻട്രാ കോഡഡ് ഇമേജ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് റാൻഡം ആക്സസിങ് പോസിബിൾ ആകുന്ന എല്ലാ പോയിന്റ്സിലും നമുക്കൊരു I ഫ്രെയിം കാണാൻ സാധിക്കും. ഫുള്ളി കോഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ആ ഒരു ഇമേജിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആ ഇമേജിൽ തന്നെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജ് ആയിരിക്കും I ഫ്രെയിം എന്ന് പറയുന്നത്. ആർ സെൽഫ് കണ്ടെയ്ൻഡ് ദാറ്റ് കോഡഡ് വിതൗട്ട് എനി reference to other frames. iframe can be treated as a still image. For compression of iframe, it uses JPEG and should be executed in real time. The compression rate of iframe is the lowest within MPEG. Iframes are point of random access in MPEG. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ കംപ്രഷൻ ഓഫ് ഐ ഫ്രെയിം ഇറ്റ് യൂസസ് JPEG ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോവസ്റ്റ് കംപ്രഷൻ റേറ്റ് ഉണ്ടാവുന്നത് ഐ ഫ്രെയിംസിനായിരിക്കും. കാരണം അത് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് എൻകോഡഡ് ആണ്. അതിന് നമുക്ക് ഡീകംപ്രസ് ചെയ്യുന്ന സമയത്ത് ലോസ്ലെസ് ആയിട്ടുള്ള കംപ്രഷനും ആവശ്യമാണ്. റാൻഡം ആക്സസ് പോയിന്റ്സിലാണ് ഇത് കാണപ്പെടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റിൽ ഇമേജ് ആയിട്ട് നമുക്ക് അതിന് വേണ്ട എല്ലാ പോർഷനിലും എല്ലാ മാക്രോ ബ്ലോക്കിലേക്കുള്ള ഇൻഫർമേഷനും അതിൽ തന്നെ ഉള്ളത് കൊണ്ട് ഇതൊരു കംപ്ലീറ്റ് ക്വാളിഫൈഡ് സ്റ്റിൽ ഇമേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് P ഫ്രെയിംസ്. പ്രെഡിക്റ്റീവ് കോഡഡ് ഫ്രെയിംസ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇന്റർ കോഡഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പിൽ വരുന്ന അതിലുള്ള ടെമ്പറൽ റിഡൻഡൻസീസിന് ആപ്ലിക്കബിൾ ആക്കിക്കൊണ്ട് അതിനെ റീയൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ചേഞ്ചസിനെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് അതിൽ നമുക്ക് പ്രഡിക്ഷൻ, അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പിലുള്ള ആ ഒരു ഇമേജിലുള്ള പിക്സൽസിലുള്ള വാല്യൂസിനെ കൺസിഡർ ചെയ്ത് അതിൽ നിന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിംസ് ആണ് P ഫ്രെയിംസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിക്വയർസ് ഇൻഫർമേഷൻ ഓഫ് പ്രീവിയസ് I ഫ്രെയിംസ് ഓർ ആൾ പ്രീവിയസ് P ഫ്രെയിംസ് ഫോർ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. അപ്പോൾ ഒരു I ഫ്രെയിം കഴിഞ്ഞിട്ടാണ് P ഫ്രെയിം വരുന്നുള്ളൂ. അതിൽ നിന്നുള്ള പ്രഡിക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ I ഫ്രെയിം കഴിഞ്ഞിട്ട് P ഫ്രെയിമോ അല്ലെങ്കിൽ P ഫ്രെയിമിന് തൊട്ട് മുമ്പേ ഉള്ള ഒരുപാട് P ഫ്രെയിംസിലെയോ ഡാറ്റാസിൽ നിന്നും പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഒരു P ഫ്രെയിമിലേക്കുള്ള ഇൻഫർമേഷൻ നമ്മൾ കണ്ടെത്തുന്നത്. The coding of P frame is based on the fact that by successive images their area often do not change at all, but instead the whole area is shifted. In this case, the temporal redundancy, the block of the last P or I frame that is most similar to the block under consideration is determined. Using several methods for motion prediction estimation are available to the encoder.
അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബോളിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ബോളിൻ്റെ ഒരു മൂവ്മെൻറ്റും ഒരു ഐ ഫ്രെയിമിലുള്ള ഒരു പൊസിഷനും നെക്സ്റ്റ് ഐ ഫ്രെയിമിലുള്ള ഒരു പൊസിഷനിലേക്കുള്ള മൂവ്മെൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പി ഫ്രെയിംസ് കൊടുക്കുമ്പം അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ബോളിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമാണ് നമുക്ക് കാണിക്കേണ്ടത്. എന്നാൽ ആ ബോളിനെ കാണിക്കുന്ന ആ ഒരു മാക്രോ ബ്ലോക്ക് നമുക്ക് എല്ലാത്തിലും ആവശ്യമാണ്. അതിൻ്റെ പൊസിഷൻ മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. ആ മാക്രോ ബ്ലോക്കിൻ്റെ പൊസിഷനിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ വാളിൻ്റെ ഡീറ്റെയിൽസിലും ചെറിയ പൊസിഷൻ ഡിഫറൻസസ് ഉണ്ടാവും. എന്നിരുന്നാൽ പോലും അതിലൊരുപാട് ടെമ്പറൽ റിഡൻഡൻസി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഡാറ്റാസിൻ്റെ ഡിപ്പെൻഡൻസീനെ ആപ്ലിക്കബിൾ ആക്കിക്കൊണ്ടുള്ള ഫ്രെയിംസ് ആണ് പി ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇതിൽ പ്രഡിക്റ്റീവ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രഡിക്റ്റീവ് എസ്റ്റിമേഷൻ മെത്തേഡ്സ് എൻകോഡറിൽ അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് പോസിബിൾ ആക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൺലി ദ മോഷൻ വെക്റ്റർ, ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പേഷ്യൽ ലൊക്കേഷൻ ഓഫ് ദ മാക്രോ ബ്ലോക്സ് ആൻഡ് ദ സ്മോൾ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സ്പേഷ്യൽ ലൊക്കേഷൻ ഓഫ് ദ മാക്രോ ബ്ലോക്സ് ആർ ലെഫ്റ്റ് ടു ബി എൻകോഡഡ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്സൽസിനെ എൻകോഡ് ചെയ്യുന്നില്ല. The larger the maximum size of the motion vector, the better the motion estimation, although the computation is slower. നമ്മളുടെ ആ ഒരു മാക്രോ ബ്ലോക്സിന്റെ മൂവ്മെന്റ് കാണിക്കുന്ന അതിന്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് നമ്മൾ മോഷൻ വെക്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സൈസ് മാക്സിമം ആവുന്നതിനനുസരിച്ച് നമുക്ക് ബെറ്റർ മോഷൻ എസ്റ്റിമേഷൻ അവൈലബിൾ ആണ്. എന്നാൽ കമ്പ്യൂട്ടേഷൻ അതിനനുസരിച്ച് സ്ലോവർ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിലെല്ലാം ഒരു ബാലൻസ് ആണ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടത്. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ സ്പീഡും അതുപോലെ തന്നെ മോഷൻ എസ്റ്റിമേഷനിൽ ആ ഒരു പെർഫെക്ഷനും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. അതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം ഓരോ MPEG എൻകോഡറും വർക്ക് ചെയ്യുന്നത്. P frame consists of I frame micro blocks and 6 predictive micro blocks. The coder must determine if a macro block should be coded predictively or as a macro block of an I frame. The coder for specific macro block of P frame must consider the difference of the macro blocks as well as the motion vector, the differences of all the 8x8 pixel blocks of the best matching macro block, and the macro block to be coded are transformed using a two-dimensional DCT. ഒരു പി ഫ്രെയിമിലെ മാക്രോ ബ്ലോക്കിൻ്റെ ഇൻഫർമേഷൻ കോഡ് ചെയ്യുന്ന ഒരു കോഡർ അതിൻ്റെ തൊട്ട് മുമ്പുള്ള പി ഫ്രെയിംസിൻ്റെയോ ഐ ഫ്രെയിംസിൻ്റെയോ മാക്രോ ബ്ലോക്സും അതുപോലെ തന്നെ അതിലെ മോഷൻ വെക്റ്റർ ഈ രണ്ട് ഇൻഫർമേഷനും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു പി ഫ്രെയിമിലേക്കുള്ള മാക്രോ ബ്ലോക്കിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, എൻകോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പുതിയൊരു മാക്രോ ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രഡിക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് മാച്ചിങ് മാക്രോ ബ്ലോക്കും പുതിയതായിട്ട് വരുന്ന ആ ഒരു മാക്രോ ബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു two-dimensional DCT യൂസ് ചെയ്തുകൊണ്ടാണ്, ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് വരുന്നതാണ് ബി ഫ്രെയിംസ്, ബൈ ഡയറക്ഷനലി പ്രഡിക്റ്റീവ് കോഡഡ് ഫ്രെയിംസ്. അപ്പോൾ പി ഫ്രെയിംസ് എന്ന് പറയുന്നത് പി ഫ്രെയിം അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഐ ഫ്രെയിംസിൻ്റെയും അതുപോലെ അതിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന പി ഫ്രെയിംസിനോടും ഡിപ്പെൻഡഡ് ആയിട്ട് കിടക്കുന്ന ഒന്നാണെങ്കിൽ അതിൽ നിന്നും പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പുതിയ ഫ്രെയിം ആണെങ്കിൽ ബി ഫ്രെയിം എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനലി ഡിപ്പെൻഡഡ് ആയിട്ടാണ്. അതായത് അതിൻ്റെ മുമ്പേ വരുന്ന പി ഓർ ഐ ഫ്രെയിംസിനോടും അതിൻ്റെ ശേഷം വരുന്ന പി ഓർ ഐ ഫ്രെയിംസിനോടും ഡിപ്പെൻഡഡ് ആയിട്ട് കിടക്കുന്ന ബൈ ഡയറക്ഷനലി പ്രഡിക്റ്റീവ് കോഡഡ് ഫ്രെയിംസ് ആണ് ബി ഫ്രെയിംസ് എന്ന് പറയുന്നത്. Requires information of the previous and following I and P frames for encoding and decoding. A B frame is defined as a difference of prediction of the past image and the following P or I frames. B frames can never be accessed in a random fashion. Bidirectional prediction ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. In a video scene, a ball moves from left to right in front of a static background in the left area of the scene. Parts of the image appear that in the form image were covered by the ball. A prediction of the area can be derived from the following, not from the previous image. അതായത് ഒരു ബോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിലെ ഒരു ഐ ഫ്രെയിമിൽ ആ ബോളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കവേർഡ് ആയിരിക്കും, അതായത് നമുക്ക് അവൈലബിൾ അല്ല ഇൻഫർമേഷൻ. എന്നാൽ നെക്സ്റ്റ് ഒരു പി ഫ്രെയിമിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ ആഫ്റ്റർ വരുന്ന ഒരു ഇമേജ് നമുക്ക് അതിൽ നിന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം അവിടെ ബോളിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടില്ല. എന്നാൽ ബോൾ പിന്നെയും ഇങ്ങോട്ടും മൂവ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് വരുമ്പോൾ
നമുക്ക് ആ ഒരു ഫസ്റ്റ് പൊസിഷൻ്റെ ബോളിൻ്റെ പിന്നിൽ കവേർഡായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു വാളിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് അതിൻ്റെ ആഫ്റ്ററായിട്ട് വരുന്ന ചില ഇമേജസിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻസും കൂടെ ഈ പ്രഡിക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് ഈ ബി ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ഫസ്റ്റ് ഐ ഫ്രെയിം, അതിൽ ബോൾ ലെഫ്റ്റ് മോസ്റ്റ് കോർണറിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് മൂവ് ചെയ്യുന്ന വരുന്ന അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരുപാട് പി ഫ്രെയിംസും ബി ഫ്രെയിംസും ഉണ്ടായിരിക്കും. എന്നിട്ട് പിന്നീട് വരുന്ന ബി ഫ്രെയിംസിൻ്റെ ശേഷം വരുന്ന പി ഫ്രെയിംസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ശേഷം വരുന്ന ഐ ഫ്രെയിംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് ഐ ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ബോളിൻ്റെ പൊസിഷൻ വേറെയാണ്. അവിടെ നമുക്ക് ഈ ബോളിൻ്റെ ഫസ്റ്റ് ബോൾ നിന്നിരുന്ന പൊസിഷനിലുള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബോളിൻ്റെ ഇമേജ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിനെ ഇങ്ങോട്ട് പ്രഡിക്ഷനിലേക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഐ ഫ്രെയിമിൻ്റെ ഇടയിലുള്ള പി ഫ്രെയിംസും ബി ഫ്രെയിംസും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പി ഫ്രെയിംസ് എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ഫ്രെയിംസിനെ, ഐ ഫ്രെയിംസിനെയും പി ഫ്രെയിംസിനെയും ഡിപ്പെൻഡഡ് ആയിട്ടുകൊണ്ടാണ്. അപ്പോൾ തൊട്ട് പിന്നിൽ നിന്നുള്ള ഇൻഫർമേഷൻസും കൂടെ കളക്ട് ചെയ്യാനായിട്ടാണ് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ബി ഫ്രെയിംസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബി ഫ്രെയിംസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അതൊരിക്കലും റാൻഡം ആക്സസിങ്ങിന് പോസിബിൾ ആയിരിക്കില്ല. ഇനി ലാസ്റ്റ് പറയുന്നൊരു ടൈപ്പാണ് ഡി ഫ്രെയിംസ്, ഡി സി കോഡഡ് ഫ്രെയിംസ്. ഡി സി കോഡഡൊക്കെ നമ്മൾ JPGയിൽ നന്നായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇത് ഫാസ്റ്റ് ഫോർവേഡിങ്ങിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആർ ഇൻട്രാ ഫ്രെയിം കോഡഡ്. നമ്മൾ ഡിപ്പെൻഡൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് ഡിപ്പെൻഡഡ് ആണ്, അതുകൊണ്ടാണ് ഇൻട്രാ ഫ്രെയിം കോഡഡ് ആയിട്ട് വരുന്നത്. നമ്മൾ JPGയിൽ DC ബ്ലോക്കിൻ്റെ കോഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടും പിന്നിലുള്ള DC ബ്ലോക്കിനോട് ഉള്ള ഡിഫറൻസ് എന്നുള്ള രീതിയിലാണ് JPEGയിൽ നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മീനിങ്ങിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. എന്നാൽ തൊട്ട് പിന്നിലുള്ള ബ്ലോക്കിന് പകരം തൊട്ട് പിന്നിലുള്ള ഫ്രെയിം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ DC ഫ്രെയിം യൂസ് ചെയ്യുന്നത് തൊട്ട് പിന്നിലുള്ള ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ കോഡഡ് ആയിട്ടുള്ള ഒരു ഐ ഫ്രെയിമിൻ്റെ അതിൽ നിന്നും ഉള്ള ഡിഫറൻസ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഫ്രെയിം ആയിരിക്കും ഇത്. ഇത് ഫാസ്റ്റ് ഫോർവേഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതങ്ങനെ നോർമലി യൂസ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഫാസ്റ്റ് ഫോർവേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിപ്പിംഗ് വരുന്നില്ല. ഇത് സത്യത്തിൽ ഫാസ്റ്റ് ഫോർവേഡിംഗ് നമ്മൾ നടത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഫ്രെയിംസിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടാണ് അത് പ്ലേ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള കുറേ പോർഷൻ സ്കിപ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ പല സ്പീഡിലുള്ള റാൻഡം ആക്സസിങ് പോസിബിൾ ആയത് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡിംഗ് പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോ ആയിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡി ഫ്രെയിംസ് അങ്ങനെ commonly യൂസ് ചെയ്ത് കാണുന്നില്ല. Can be used for fast forward or fast rewind modes. The DC parameters are DCT coded and AC coefficients are neglected. Note that by using the B frames, the order of the image in the MPG code data stream often differs from the actual decoding order. A P frame to be displayed after the related B frame must be decoded before the B frame because its data is required for the decompression of the B frame. This fact introduces an additional end-to-end delay. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന ഒരു ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള അല്ലെങ്കിൽ ഒരു ഐ ഫ്രെയിം, അത് കഴിഞ്ഞൊരു പി ഫ്രെയിം, ബി ഫ്രെയിം, ഈ രീതിയിലുള്ള സീക്വൻസിങ് ഓർഡറിലുള്ള ഒരു പ്രോസസ്സിങ് MPEGയിൽ പോസിബിൾ അല്ല. അതിൻ്റെ കാരണം ബി ഫ്രെയിംസ് ബിഫോർ ഉള്ളതിനെയും ആഫ്റ്റർ ഉള്ള ഫ്രെയിംസിനെയും ഡിപ്പെൻഡഡ് ആയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പെൻഡൻസിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഐ ഫ്രെയിമിലുള്ള ഇൻഫർമേഷൻ ബി ഫ്രെയിമിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ആഫ്റ്റർ വരുന്ന ഈ ഒരു പി ഫ്രെയിമിലുള്ള ഇൻഫർമേഷനും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബി ഫ്രെയിം പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പി ഫ്രെയിം ആദ്യം പ്രോസസ്സിങ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇതിലുള്ള ടെമ്പറൽ റിഡൻഡൻസീസ് ഈ ഒരു പി ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ശേഷം ഇതായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. ഡിസ്പ്ലേയിങ് ഈ ഒരു ഓർഡറിലായിരിക്കും വരുന്നത് എങ്കിൽ പോലും പ്രോസസ്സ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു പി ഫ്രെയിം ചെയ്താൽ മാത്രമേ ഈ ഒരു ബി ഫ്രെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ഓർഡർ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു MPG എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്ട്രീംസിനെ അറ്റ് എ ടൈമിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്കറിയാം MPG എന്ന് മോഷൻ പിക്ചറിൽ ഓഡിയോ വീഡിയോ സ്ട്രീംസാണ് നമ്മൾ നോർമലി കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെയും കാണുന്ന സ്ട്രീംസാണ് ടെക്സ്റ്റ്, അതായത് സബ് ടൈറ്റിൽസ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്കിതിൽ എൻക്ലോസ് ചെയ്യാൻ സാധിക്കും. മൾട്ടിപ്പിൾ വീഡിയോസിൻ്റെ സ്ട്രീമും നമുക്ക് വേണമെങ്കിൽ എൻക്ലോസ് ചെയ്യാൻ സാധിക്കും. അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ജസ്റ്റ് ഒരു ഓഡിയോ വീഡിയോ എന്നുള്ളതിനപ്പുറം നമുക്ക് അതിനെ സെവറൽ ഡാറ്റ സ്ട്രീംസിന് അറ്റ് എ ടൈമിൽ എന്നുള്ളൊരു ലെവലിലേക്ക് ഈ MPEGനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, MPEGനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡെവലപ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് അതിൻ്റെ ഓഡിയോ എൻകോഡിംഗ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ MPEG എൻകോഡിംഗ്
Audio encoding uses the same sampling frequencies as the compact disc digital audio CDDA and digital audio tap. അപ്പോൾ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഓഡിയോ എൻകോഡിംഗ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അൺകംപ്രസ്ഡ് ഓഡിയോ സ്ട്രീം, ഫിൽറ്റർ ബാങ്ക്സ്, അൺകംപ്രസ്ഡ് ആയിട്ട് വരുന്ന ഓഡിയോ സ്ട്രീംസിന് ഫിൽറ്റർ ബാങ്കിലുള്ള ഈ ഒരു 32 സബ് ബാൻഡ്സിലേക്ക് മാപ്പ് ചെയ്തുകൊണ്ടാണ് അതിൽ ഓഡിയോ റെപ്രസെൻറ്റേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത്. ഈ 32 സബ് ബാൻഡ് ആയിരിക്കും നമുക്ക് അതിൽ കിട്ടുന്നത്. അത് അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഓഡിയോ സ്ട്രീമിൽ പല ബാൻഡ്സിലുള്ള ഓഡിയോ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അതിനെ ഈ 32 ബിറ്റിലേക്ക് മാപ്പ് ചെയ്യുകയാണ് 32 സബ് ബാൻഡ്സിലേക്ക് മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ സൈക്കോ അക്വസ്റ്റിക്കൽ മോഡൽ എന്ന് പറയുന്ന ഒരു ടെക്നിക്കും കൂടെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് നമ്മളുടെ അൺകംപ്രസ്ഡ് ഓഡിയോയിലുള്ള നോയ്സ് ലെവൽ ഡിറ്റക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മളുടെ ക്വാണ്ടൈസേഷനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഹൈലി നോയ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അൺകംപ്രസ്ഡ് ഓഡിയോ സ്ട്രീമാണ് ഇവിടെ അവൈലബിൾ ആവുന്നതെങ്കിൽ നമ്മുടെ ക്വാണ്ടൈസേഷൻ ലോ ലെവൽ ക്വാണ്ടൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. എന്നാൽ നോയ്സ് ലെവൽ കുറഞ്ഞിട്ടുള്ളതാവുമ്പോൾ അതിൽ ഹൈ ലെവൽ ക്വാണ്ടൈസേഷനും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആഫ്റ്റർ ക്വാണ്ടൈസേഷൻ നമ്മുടെ ഫിൽറ്റർ ബാങ്ക് അതിൻ്റെ ക്വാണ്ടൈസേഷൻ കഴിഞ്ഞതിന് ശേഷം മൾട്ടിപ്ലക്സർ എൻട്രോപ്പി എൻകോഡിംഗ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്കൊരു കംപ്രസ്ഡ് ഓഡിയോ ഡാറ്റ ഇവിടെ അവൈലബിൾ ആവുന്നത്. ഒരു MPEG ബേസിക് സ്റ്റെപ്പ് ഓഫ് ഓഡിയോ എൻകോഡിങ്ങിൻ്റെ ബേസിക് സ്റ്റെപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബേസിക് സ്റ്റെപ്സ് ഓഫ് MPEG ഓഡിയോ എൻകോഡിംഗ്. 3 different layers of encoder and decoder complexity and performance are defined, and implementation of high layer must be able to decode the MPEG audio signal of lower layers. നമുക്ക് 3 layers of encoder and decoder അവൈലബിൾ ആണ്. അതിൽ ഹൈ ലെയർ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള 2 ലെയറിലുള്ള ഓഡിയോ സിഗ്നൽസിനെയും പ്രോസസ്സ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കണം. ഇനി ഓഡിയോസിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതാണ് സ്യൂട്ടബിൾ ഫോർ കോഡിംഗ് ആൻഡ് സ്പെക്ട്രം സ്പ്ലിറ്റ് ഇൻ ടു 32 നോൺ ഇന്റർലീവ്ഡ് സബ് ബാൻഡ്സ്. അപ്പോൾ കിട്ടുന്ന ഓഡിയോ സീക്വൻസിന് നമ്മളൊരു ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക്, ടൈം ഡൊമൈനിൽ നിന്നും ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് അതിനെ മാറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ ഫിഗറിൽ കാണിച്ച പോലെ 32 നോൺ ഇന്റർലീവ്ഡ് സബ് ബാൻഡ്സിലേക്ക് അതിനെ സ്പെക്ട്രം സ്പ്ലിറ്റ് ചെയ്യുന്നുമുണ്ട്. ഓരോ സബ് ബാൻഡിലെയും ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നിന്നും നോയ്സ് ലെവൽ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോയ്സ് ലെവലിനനുസരിച്ച് സൈക്കോ അക്വസ്റ്റിക് മോഡൽ അതിൻ്റെ ക്വാണ്ടൈസേഷനെ കൺട്രോൾ ചെയ്യുന്നുമുണ്ട്. At a higher noise level, a rough quantization is performed, and at a lower noise level, a fine quantization is applied. The quantized spectral portion of the layer 1 and 2 are PCM encoded, and those of layer 3 are Hoffman encoded. അപ്പോൾ PCM encoding ഒക്കെ വരുന്നത്, ഇപ്പോൾ 3 ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 3 ലേയേഴ്സിൽ 1 and 2 ലേയേഴ്സ് PCM encoded ആണ്. എന്നാൽ അതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് then after തേർഡ് ലെയർ ഹാഫ്മാൻ എൻകോഡിംഗ് പെർഫോം ചെയ്യുന്നു. Audio encoding performed with a single channel, 2 independent channels or 1 stereo channel. അപ്പോൾ ഇത്രയും വെറൈറ്റിയിൽ നമുക്ക് ഓഡിയോ എൻകോഡിംഗ് പെർഫോം ചെയ്യാൻ സാധിക്കും. സിംഗിൾ ചാനലായിട്ടോ 2 ഇൻഡിപെൻഡൻറ്റ് ചാനൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റീരിയോ സിഗ്നലായിട്ടോ അതിനെ എൻകോഡ് ചെയ്യാൻ സാധിക്കും. There are 2 different stereo modes, 2 channels that are processed either independently or as a joint stereo. In case of joint stereo, MPEG exploit redundancy of both channels and achieve a higher compression ratio. ഇനി സ്റ്റീരിയോ മോഡിൽ തന്നെ 2 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. 2 ചാനൽസും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റീരിയോ ആയിട്ട്. ഇനി ജോയിൻറ്റ് സ്റ്റീരിയോ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ MPEGയിൽ 2 ഇൻഡിപെൻഡൻറ്റിനെ ജോയിൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിലും റിഡൻഡൻസീസ് ഒരുപാട് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നല്ല ഹൈ കംപ്രഷൻ റേറ്റും അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ എൻകോഡിങ്ങിലേക്ക് നോക്കുന്ന സമയത്തുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ ഡാറ്റ സ്ട്രീമിൽ എന്തൊക്കെ ടൈപ്പ് ഇൻഫർമേഷൻസാണ്, എങ്ങനെയൊക്കെയാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡാറ്റ സ്ട്രീമിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഓഡിയോ ഡാറ്റ സ്ട്രീം എന്നാണ്. അവിടെ ഒരു യു മിസ്സിംഗ് ആണ്, അത് നിങ്ങൾ ഫില്ല് ചെയ്തേക്കുക. MPEGയിൽ ഇന്റർലീവ്ഡ് ആയിട്ട് ഓഡിയോ ആൻഡ് വീഡിയോ ഇൻഫർമേഷൻസ് ഒരു സെയിം ഡാറ്റ സ്ട്രീമിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിൻടാക്സ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതിൽ ഓഡിയോ ഡാറ്റ സ്ട്രീംസിന് ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ഫ്രെയിംസിനെയും ഓഡിയോ ആക്സസ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ
ഓഡിയോ ആക്സസ് യൂണിറ്റിനെയും പിന്നീട് സ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് നമുക്ക് സ്ലോട്ട്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഓഡിയോ ആക്സസ് യൂണിറ്റ്സ്. ഈ ഓഡിയോ ആക്സസ് യൂണിറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ് ഫ്രെയിംസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ MPEGയിലെ ഓഡിയോ എൻകോഡിങ്ങിൽ 3 ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലോവസ്റ്റ് കോംപ്ലക്സിറ്റിയാണ് സ്ലോട്ട് വരുന്നത്. സ്ലോട്ട് കൺസിസ്റ്റ് ഓഫ് 4 ബൈറ്റ്സ്. 4 ബൈറ്റ്സിൻ്റെ ആണ് ഒരു സ്ലോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോവസ്റ്റ് ലെയറിൽ 4 ബൈറ്റ്സിനെയാണ് ഒരു സ്ലോട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഹയർ ലെയേഴ്സിലെല്ലാം തന്നെ ഒരു സിംഗിൾ ബൈറ്റിനെ തന്നെ ഒരു സ്ലോട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ഫ്രെയിമിൽ എല്ലായ്പ്പോഴും ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് സാമ്പിൾസ് അല്ലെങ്കിൽ ഓഡിയോ ആക്സസ് യൂണിറ്റ്സ് ആയിരിക്കും എൻക്ലോസ്ഡ് ആയിരിക്കുക. ഈ ഓഡിയോ ആക്സസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് അതിൻ്റെ മുമ്പിലേക്കോ പിമ്പിലേക്കോ ഒന്നും ഡിപ്പെൻഡ് അല്ലാത്ത രീതിയിൽ എൻകോഡ് ചെയ്തിരിക്കുന്ന ഓഡിയോ സീക്വൻസ് ആണ്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഓഡിയോ സീക്വൻസിനെ, ഒരു സിംഗിൾ ഓഡിയോ ആക്സസ് യൂണിറ്റിനെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ഓഡിയോ ആക്സസ് യൂണിറ്റ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻകോഡ് ചെയ്തിരിക്കുന്ന ഒരു ഓഡിയോ ആക്സസ് യൂണിറ്റ് 8 millisecond പ്ലേ ടൈമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഓഡിയോ സ്ട്രീമിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കതിൻ്റെ വീഡിയോ സ്ട്രീം നോക്കാം. ഓഡിയോ സ്ട്രീമിൽ 3 ലേയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ 6 ലേയേഴ്സ് ആണ് വീഡിയോ സ്ട്രീമിൽ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് സീക്വൻസ് ലെയർ ആണ്. ഇതാണ് വീഡിയോ സ്ട്രീമിലെ ഹയസ്റ്റ് ലെവലിൽ നമുക്ക് കിട്ടുന്നത് സീക്വൻസ് ലെയർ ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡാറ്റ സ്ട്രീമിൻ്റെ സീക്വൻസിങ് ആണ് ഇവിടെ മെയിനായിട്ടും കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഫറിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ലെവലിൽ നിന്നാണ്. അപ്പോൾ ബഫറിംഗ് ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ സ്ട്രീമിൽ അതിൻ്റെ സ്റ്റോറേജ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ സീക്വൻസ് ലെയറിൽ അതിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്ന 2 എൻട്രീസ് ആണുള്ളത്. ദ കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് ഓഫ് ദ സീക്വൻസ്, ആ ഒരു ഡാറ്റ സ്ട്രീമിൻ്റെ, വീഡിയോ ഡാറ്റ സ്ട്രീമിൻ്റെ കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ്, അതുപോലെ തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി നീഡഡ് ഫോർ ഡീകോഡിങ്, ഇത്രയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് ലോ ലെവലിന് വെരി ലോ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ബഫറിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് സ്കീമിൽ ഒരു വീഡിയോ ബഫർ വെരിഫയർ ഈസ് ഇൻസേർട്ടഡ് ആഫ്റ്റർ ദ ക്വാണ്ടിഫയർ, ആഫ്റ്റർ ദ ക്വാണ്ടൈസർ. ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ക്വാണ്ടൈസർ ആൻഡ് ഫോംസ് എ കൈൻഡ് ഓഫ് കൺട്രോൾ ലൂപ്പ്. നമുക്ക് ആവശ്യമുള്ള അത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് അതിനെ ക്വാണ്ടൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൂപ്പ് കീപ്പ് ചെയ്യാനായിട്ട്, ആ ലൂപ്പിൻ്റെ ഒരു കൺട്രോള് നോക്കുന്നത് വീഡിയോ ബഫറാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു ലൂപ്പിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു കൺട്രോൾ ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വീഡിയോ ബഫർ വെരിഫയർ എന്നുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ്, ആ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് ലെയർ ആണ് ദ ഗ്രൂപ്പ് ഓഫ് പിക്ചേഴ്സ് ലെയർ. Is the next layer. This layer consists of minimum of 1 iframe, which is the first frame to which the random access is possible. At this layer, it is possible to distinguish the order of image in a data stream and during display. അപ്പോൾ ഡിസ്പ്ലേൻ്റെ ഓർഡർ വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഫ്രെയിംസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ഓർഡർ BB എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മളുടെ ഡിസ്പ്ലേ വരുന്നതിൻ്റെ ഒരു ഓർഡർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ I ആയിരിക്കും നമ്മൾ റാൻഡം ആക്സിസ് ഉണ്ടായിരിക്കുക. ഈ B എന്ന് പറയുന്നത് ഇതിനെയോ അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നതിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു നമ്പറും ഫ്രെയിം നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഇതാണ് ഡിസ്പ്ലേ ഓർഡർ എങ്കിൽ അതിൻ്റെ ഡീകോഡിംഗ് ഓർഡറാണ് നമുക്ക് തൊട്ട് താഴെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ B ഫ്രെയിംസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം I ഫ്രെയിമിനെ പ്രോസസ്സ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ഫ്രെയിം നമുക്കിവിടെ ഫസ്റ്റ് പ്രോസസ്സിംഗ് ഓർഡറിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു I ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 and 1 നമ്പേർഡ് ആയിട്ടുള്ള ഈ 2 B ഫ്രെയിംസ് ഇവിടെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് പ്രോസസ്സ് ചെയ്യുന്നത് ഈ B ഫ്രെയിംസിന് പകരം ഈ P ഫ്രെയിം ആണ്. കാരണം ഈ B ഫ്രെയിംസിൽ ഈ P ഫ്രെയിമിൻ്റെ ഇൻഫർമേഷനും കൂടെ നീഡഡ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് പിക്ചേഴ്സ് ആണ് നമ്മളുടെ അടുത്ത ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പിക്ചർ ലെയറിൽ ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിംഗ് ഓർഡറും അതിൻ്റെ ഡിസ്പ്ലേ ഓർഡറും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും സോൾവ് ചെയ്യുന്ന ഒരു ലെയറാണ് ഗ്രൂപ്പ് ഓഫ് പിക്ചർ ലെയർ എന്ന് പറയുന്നത്.
Then comes to picture layer consists of whole pictures. The temporal reference is defined by an image number. അത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ടെമ്പറൽ ഡിഫറൻസ് കാണിച്ചിരിക്കുന്നത് ഇമേജ് നമ്പർ യൂസ് ചെയ്തിട്ടാണ്. അതിന് പിക്ചർ ലെയർ എന്ന് പറയുന്നത് ഈ സെപ്പറേറ്റ് പിക്ചേഴ്സിനെ ഡീൽ ചെയ്തുകൊണ്ടാണ്. ദെൻ വരുന്നത് സ്ലൈസ് ലെയർ ആണ്. Slice layer consists of a number of macro blocks that may vary from one image to the next. DCT quantization of each macro block of slice is specified. അപ്പോൾ സ്ലൈസ് ലെയറിൽ ഒരു സിംഗിൾ പിക്ചറിനെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് മാക്രോ ബ്ലോക്സ് ആക്കിക്കൊണ്ടാണ് ആ ഒരു ലെയറിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മാക്രോ ബ്ലോക്ക് ലെയർ ആണ്. കണ്ടെയ്ൻസ് ദ സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് മാക്രോ ബ്ലോക്സിനെ എല്ലാം കളക്റ്റീവായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ലെയറാണ് മാക്രോ ബ്ലോക്ക് ലെയർ എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് ലെയർ ഈസ് ദ ലോവസ്റ്റ് വൺ. അതിൽ നമ്മൾ എന്തായിരിക്കും ഓരോ സിംഗിൾ ബ്ലോക്സിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു പിക്ചറിനെ പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് പോകുന്തോറും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, അതിൻ്റെ കൺസിഡറേഷൻ ചെറുതായി വന്ന് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്മോൾ ഇൻഫർമേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ലോവസ്റ്റ് ലെയറിലേക്ക് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് MPG2 ആണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് MPG2 എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസും അതിൻ്റെ ഡാറ്റ സ്ട്രീമും എല്ലാം തന്നെ MPGയിൽ നമ്മൾ പറഞ്ഞ സെയിം ആണ് ഇവിടെ വരുന്നത്. അതിൽ നിന്ന് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, എന്തൊക്കെ ഡിഫറൻസസ് അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ നോക്കുക, വീഡിയോ കോഡിംഗ് ടെക്നിക് ആർ ബേസ്ഡ് ഓൺ ദ target rate of up to 40 MB per second. MPG2 strives for high resolution needed in high definition TV. Specifies the coded bit stream for high quality digital video. MPEG2 video was defined in terms of extensible profiles, each of which will support the features needed by an important class of applications. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് ആപ്ലിക്കേഷൻസിന് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടൊരു എക്സ്റ്റെൻസിബിൾ പ്രൊഫൈലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ MPEG2 എന്ന് പറയുന്നത്. മെയിൻ പ്രൊഫൈൽ ഡിഫൈൻ ടു സപ്പോർട്ട് ഡിജിറ്റൽ വീഡിയോ ട്രാൻസ്മിഷൻ ഇൻ ദ റേഞ്ച് ഓഫ് അബൌട്ട് 2 to 80 megabits per second over cable, satellite and other broadcast channel, as well as to support digital storage and their communication application. അപ്പോൾ ഒരു എൻകോഡിംഗ് ഡീകോഡിംഗ് എന്നതിലുപരി ട്രാൻസ്മിഷനും കൂടെ പോസിബിൾ ആക്കുന്ന രീതിയിലാണ് MPG2 സ്പെസിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. അതിനെയും കൂടെ ഡീൽ ചെയ്യാനുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഫെസിലിറ്റീസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പാരാമീറ്റേഴ്സ് ഓഫ് മെയിൻ പ്രൊഫൈൽ ആൻഡ് ഹൈ പ്രൊഫൈൽ ആർ സ്യൂട്ടബിൾ ഫോർ സപ്പോർട്ടിംഗ് HDTV ഫോർമാറ്റ്സ്. അപ്പോൾ ഇവിടെ MPG2ൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രൊഫൈൽസ് കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ, മെയിൻ, SNR സ്കെയിലബിൾ, സ്പെഷ്യലി സ്കെയിലബിൾ, ഹൈ പ്രൊഫൈൽ. ആസ് ഗോയിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഫങ്ഷനാലിറ്റീസ്. 4 ലേയേഴ്സ് ഉണ്ട് അതിൽ. ലോ ലെവൽ, മെയിൻ ലെവൽ, ഹൈ 1440 ലെവൽ, ഹൈ ലെവൽ. ആസ് ഗോയിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ദ പാരാമീറ്റേഴ്സ് സച്ച് ആസ് സ്മാളർ ആൻഡ് ലാർജർ ഫ്രെയിം സൈസ്, റെസൊല്യൂഷൻ, etc. MPEG considers structure similar to hierarchical mode of JPEG, that is video is encoded at different qualities. ഹൈറാർക്കിക്കൽ മോഡ് രണ്ടിൻ്റെ ലോസ്ലെസിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈറാർക്കിക്കൽ ഡിഫറെൻറ്റ് റിസൊല്യൂഷൻസിലുള്ള പിക്ചർ ഒരേ കോഡഡ് സ്ട്രീമിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വാളിറ്റിയും കൂടെ എൻക്ലോസ് ചെയ്തിട്ടുണ്ട് MPEGയിൽ. ദ സ്കെയിലിംഗ് മേ ആക്ട് ഓൺ ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്. സ്പേഷ്യൽ സ്കെയിലിംഗ് ഫെസിലിറ്റേറ്റ്സ് ഡീകംപ്രഷൻ ഓഫ് ഡിസിമിലർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിസൊല്യൂഷൻസ്. എ സിംഗിൾ ഡാറ്റ സ്ട്രീം ഇൻക്ലൂഡ്സ് ഇമേജ് വിത്ത് ഡിഫറെൻറ്റ് ആസ്പെക്ട് റേഷ്യോ. Scaling the data rate allows for playback at a lower frame rate or for fast forward at a constant frame rate. D-frames are not allowed in MPEG2. Scaling in amplitude can be interpreted as different resolution of different pixels or a different quantization of the DCT coefficient. Scaling allows layered coding and progressive image presentation. MPEG2 audio standard developed for low bitrate coding of multi-channel audio. Support up to 5 full bandwidth channel, left, right, center and 2 surround channels, plus an additional low frequency announcement channel and up to 7 commentary multilingual channels.
MPEG-2 addresses video as well as an associated audio. The basic multiplexing approach adds to each individual stream system level information, and each individual stream is packetized to produce the packetized elementary stream PES. In the subsequent steps, the PES are combined to form a program or transport stream. അപ്പോൾ ഓഡിയോൻ്റെയും വീഡിയോൻ്റെയും ഇൻഫർമേഷൻസ് മൾട്ടിപ്ലെക്സ് ചെയ്തുകൊണ്ട് ഒരു പാക്കറ്റൈസ്ഡ് എലമെൻ്ററി സ്ട്രീം ആയിട്ടാണ് ഓരോ ഡാറ്റ സ്ട്രീമിനെയും ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ സിസ്റ്റം ലെവൽ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്ട്രീമും എൻക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇൻ്റർലീവ്ഡ് ആയിട്ട് വീഡിയോ ആൻഡ് ഓഡിയോ ഇൻഫർമേഷനെ എല്ലാം ഒരു പാക്കറ്റൈസ്ഡ് എലമെൻ്ററി സ്ട്രീം എന്ന് പറഞ്ഞ സിംഗിൾ ഡാറ്റ യൂണിറ്റ് ആയിട്ട് അതിൽ തന്നെ സിസ്റ്റം ലെവൽ ഇൻഫർമേഷനും കൂടെ എൻക്ലോസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു രീതിയിലാണ് ഇതിൽ ഡാറ്റ സ്ട്രീം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഓരോ PESലും കമ്പൈൻ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാം ഓർ ട്രാൻസ്പോർട്ട് സ്ട്രീമാണ്. The program stream is similar to the MPEG-1 stream. The program stream packets may be of variable length. The transport stream combines the PES and one or several independent time bases into single stream. It is designed for use in lossy or noisy media. It is well suited for transmission of digital television and video telephony over fiber, satellite cable, ISDN, ATM and other networks, and also for storage on digital video tap and other devices. അപ്പോൾ ഇതുപോലെ ടൈം ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റൈസേഷനാണ് നമുക്കിവിടെ ട്രാൻസ്പോർട്ട് സ്ട്രീമിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ പ്രോഗ്രാം സ്ട്രീം എന്ന് പറയുന്നത് സിമിലർ ടു MPEG-1 തന്നെയാണ്. അതിൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് ലെവൽ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ അതിലുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് MPEG-2നെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷനാണ് MPEG-4 എന്ന് പറയുന്നത്. MPEG ഇനീഷ്യേറ്റീവ് ഫോർ വെരി ലോ ബിറ്റ് റേറ്റ് ഓഡിയോ പ്രോഗ്രാംസ്. Techniques includes mode-based image coding of human interaction with multimedia environments. Okay, thank you.